എല്ലാവർക്കും നമസ്കാരം. സിനർജി ക്രിയേഷൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഗേറ്റഡ് കമ്മ്യൂണിറ്റി ഏരിയ പോലെ ആയിക്കൊണ്ടിരിക്കുന്ന മനോഹരമായ രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള വീടിൻ്റെ ഉള്ളിൽ അത്യാവശ്യം നല്ല രീതിയിൽ സ്ഥലസൗകര്യത്തോട് കൂടിയിട്ടുള്ള, അതുപോലെ തന്നെ 5 സെൻറ്റ് 300 ലിങ്ക്സ് 5.300 ലിങ്ക്സിലാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന പുതിയ വീട് വിൽപ്പനയ്ക്കായിട്ടുള്ളത്. ഈ സ്ഥലം പോരാ എന്നുള്ളവർക്കാണെങ്കിൽ 10 സെൻറ്റും വീടുമായിട്ട് വിൽപ്പനയ്ക്ക് ഓണർ തയ്യാറായിട്ടുള്ള നല്ല ഏരിയയിൽ തൃശ്ശൂർ ടൗണിനോട് ഏറ്റവും അടുത്ത് തൃശ്ശൂർ കോർപ്പറേഷൻ പരിധിയിലാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന മനോഹരമായിട്ടുള്ള ഈ പുതിയ വീട് വിൽപ്പനയ്ക്കായിട്ടുള്ളത്. വീടിൻ്റെ എല്ലാ ഭാഗങ്ങളും ചുറ്റുപാടും കിണറും കിണറ്റിലെ വെള്ളവും ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് കാണുന്നതിന് വേണ്ടി തത്സമയം നമ്മൾ വീഡിയോയിൽ പകർത്തിയിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും കണ്ടും കേട്ടും മനസ്സിലാക്കുക. വീഡിയോ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് പൂർണ്ണമായും ബോധ്യപ്പെട്ടതിന് ശേഷം ആവശ്യമാണെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോകൾ ഉൾപ്പെടെ ബഡ്ജറ്റ് കുറഞ്ഞതും ബഡ്ജറ്റ് കൂടിയതും വിവിധ പ്രദേശങ്ങളിലേതുമായതും വീട് പണിയാൻ അനുയോജ്യമായതും ലാഭത്തിൽ ലഭിക്കുന്നത് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളുടെയും വീടുകളുടെയും വീഡിയോകൾ തത്സമയം നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി മറക്കാതെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോകൾക്കൊരു ലൈക്ക് ചെയ്യുക. സിറ്റ് ഔട്ട് ഗ്രാനൈറ്റ് കാര്യങ്ങളൊക്കെ തന്നെയാണ് വിരിച്ചിട്ടുള്ളത്. കിണറ്റിലെ വെള്ളവും കാര്യങ്ങളും ഇതിനോടകം തന്നെ നിങ്ങൾ കണ്ട് കാണും. അതുപോലെ തന്നെ ചുറ്റും കോമ്പൗണ്ട് വാള് ഗേറ്റ് ആയിട്ടുള്ള, അതുപോലെ തന്നെ 2 വലിയ കാറുകൾ പാർക്ക് ചെയ്യാൻ സാധിക്കുന്നതുമായ ഒരു വീടാണ്. ഈ വീട് വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ തൃശ്ശൂർ കോർപ്പറേഷൻ പരിധിയിൽ അഞ്ചേരി ഭാഗത്താണ് ഈ വീട് വിൽപ്പനയ്ക്കായിട്ടുള്ളത്. ഈ വീടിൻ്റെ ലിവിങ് ഹാള് കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല രീതിയിൽ നല്ല ബ്രാൻഡഡ് ഐറ്റംസ് ഉപയോഗിച്ചിട്ടാണ് വർക്ക് നടത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ നല്ല ലൈറ്റിനിങ്ങും കാര്യങ്ങളും, അതുപോലെ ജിപ്സം ബോർഡിൻ്റെ വർക്കൊക്കെ ഇൻറ്റീരിയൽ വർക്ക് ഉൾപ്പെടെ നല്ല രീതിയിൽ നടത്തിയിട്ടുണ്ട്. ഈ വീടിൻ്റെ ഞാൻ മറ്റൊരു പ്രത്യേകതയായി കണ്ടത് ലിവിങ് ഹാളിൽ നിന്ന് ഡയറക്റ്റ് അപ്സ്റ്റെയറിലേക്ക് മുകൾ ഭാഗത്തേക്ക് കാണുവാൻ സാധിക്കുന്ന രീതിയിൽ നല്ല രീതിയിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ നല്ല സൗകര്യം, ലിവിങ് ഹാളിൻ്റെ നേറ്റ് മുകളിലേക്ക് നോക്കുമ്പോൾ തന്നെ അപ്സ്റ്റെയറിലെ കാര്യങ്ങൾ ഉൾപ്പെടെ കാണാൻ സാധിക്കുന്ന രീതിയിലായതുകൊണ്ട് തന്നെ നല്ല സൗകര്യത്തോട് കൂടിയിട്ടുള്ള ഒരു വീടാണ്. അതുപോലെ തന്നെ ഈ വീടിൻ്റെ TV യൂണിറ്റ്, അതുപോലെ എല്ലാ വർക്കുകളും അത്യാവശ്യം എല്ലാ വർക്കുകളും കംപ്ലീറ്റ് ആക്കിയിട്ടുള്ള 3 ഫേസ് കണക്ഷനോട് കൂടിയിട്ടുള്ള സെമി ഫർണിഷ്ഡ് വീടാണ്. ബസ് റൂട്ടിൽ നിന്നും ഏകദേശം 50 മീറ്റർ മാത്രം ഡിസ്റ്റൻസ് ആയിട്ടുള്ള ഈ സ്ഥലം തൃശ്ശൂർ കോർപ്പറേഷൻ പരിധിയിൽ തൃശ്ശൂർ സ്വരാജ് റൗണ്ട് വടക്കുനാഥ ക്ഷേത്ര പരിസരത്ത് നിന്നും ഏകദേശം 4,300, ശക്ത സ്റ്റാൻഡ് 3,700, NH തൃശ്ശൂർ പാലക്കാട്, അതുപോലെ തന്നെ നാഷണൽ ഹൈവേ ആയിട്ടുള്ള NH 544 നിന്നും ഏകദേശം 3 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ താഴെയായി. ക്രിസ്റ്റഫർ നഗർ പരിസരത്ത് നിന്നും ഏകദേശം 1,200, അതുപോലെ തന്നെ ഒല്ലൂർ സെൻറ്ററിലേക്ക് ഏകദേശം 2.5 കിലോമീറ്റർ, അതുപോലെ കുരിയച്ചിറ പള്ളിയും സെൻറ്ററുമായിട്ടുള്ള ആ ഭാഗത്തേക്ക് ഏകദേശം 1,800 ആയിട്ടുള്ള ഈ സ്ഥലമാണ്, ഈ പുതിയ വീടും സ്ഥലവുമാണ് വിൽപ്പനയ്ക്കായിട്ടുള്ളത്. ഈ വീടിൻ്റെ അവിടെ നിന്നും പ്രാദേശിക സൗകര്യങ്ങളിലേക്കുള്ള ഒരു ഡിസ്റ്റൻസും കാര്യങ്ങളൊന്നും നമുക്ക് പരിശോധിച്ചിട്ട് വരാം. ഒല്ലൂര് മാലാകപ്പള്ളി ഇടവകയിൽപ്പെടുന്ന ഈ പുതിയ വീട് സ്ഥലത്തു നിന്നും ഏകദേശം ഡിസ്റ്റൻസ് 2 കിലോമീറ്റർ ഡിസ്റ്റൻസാണ് ഉള്ളത്. അതുപോലെ തന്നെ മറ്റൊരു ചർച്ചായിട്ടുള്ള നെഹ്റു നഗർ ചർച്ചിലേക്ക് 600 മീറ്റർ, വെള്ളാർക്കാവ് അമ്പല പരിസരത്തേക്ക് ഏകദേശം 1 കിലോമീറ്റർ, അതുപോലെ ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ് ഏകദേശം 2.5 കിലോമീറ്റർ, ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് ഏകദേശം 400 മീറ്റർ, 7th ഡേ സ്കൂൾ ഏകദേശം 2.1 കിലോമീറ്റർ, അതുപോലെ തന്നെ കുട്ടനല്ലൂർ ഗവൺമെൻറ് കോളേജിലേക്ക് ഏകദേശം 2.8 കിലോമീറ്റർ, അതുപോലെ പുതിയതായിട്ട് വന്നിട്ടുള്ള ഹൈലൈറ്റ് കുട്ടനല്ലൂരുള്ള ഹൈലൈറ്റ് മാളിലേക്കും ഏകദേശം ആ ഡിസ്റ്റൻസ് തന്നെയാണ് ഉള്ളത്.
ഓപ്പൺ കിച്ചൺ സംവിധാനത്തോടൊക്കെ കൂടിയിട്ടുള്ള പുതിയ മോഡലിൽ പുതിയ ഡിസൈനിൽ വർക്ക് നടത്തിയിട്ടുള്ള വറ്റാത്ത കിണറോട് കൂടി 3 ഫേസ് കണക്ഷനോട് കൂടി നല്ല ബ്രാൻഡഡ് ഐറ്റംസ് കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് വർക്ക് നടത്തിയിട്ടുള്ള എല്ലാ ബെഡ്റൂമുകളിലും മരത്തിൻ്റെ ഷെൽഫും കാര്യങ്ങളൊക്കെയും ആയിട്ടുള്ള ആവശ്യാനുസരണം നമുക്ക് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് കട്ടിലും കാര്യങ്ങളും കിടക്കൊക്കെ ഇടുന്നതിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി സ്ഥാപിക്കുന്നതിന് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് അതുപോലെയുള്ള മരത്തിൽ പണി കഴിപ്പിച്ചിട്ടുള്ള ഷെൽഫും കാര്യങ്ങളും ഉൾപ്പെടെ 4 ബെഡ്റൂമിലും ഉണ്ട്. അത്യാവശ്യം എല്ലാ കബോർഡ് വർക്കുകളും കാര്യങ്ങളും നടത്തിയിട്ടുണ്ട്. സെമി ഫർണിഷ്ഡ് വീടാണ്. ഈ വീട് 5300 ആണ്. 5300ലാണ് ഈ പുതിയ വീട് നിൽക്കുന്നത്. ആവശ്യമാണെങ്കിൽ ഞാൻ മുൻപേ പറഞ്ഞ പോലെ 10 സെൻറ്റ് ആക്കി സ്ഥല സൗകര്യത്തോടു കൂടി ലഭിക്കാൻ സാധിക്കുന്ന വീടാണ്. 2250 സ്ക്വയർ ഫീറ്റാണ്. 4 ബെഡ്റൂമുണ്ട്. ആ 4 ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ്. താഴെ 2 ബെഡ്റൂമുണ്ട്. മുകൾ ഭാഗത്ത് 2 ബെഡ്റൂം. അതുപോലെ തന്നെ നല്ല രീതിയിൽ എല്ലാ കാര്യങ്ങളും നല്ല സൗകര്യത്തോടു കൂടി താഴെ സിറ്റ് ഔട്ട്, ലിവിങ് ഹാള്, ഡൈനിങ് ഹാള്, അതുപോലെ തന്നെ ഓപ്പൺ കിച്ചൺ, വർക്ക് ഏരിയ, മുകൾ ഭാഗത്ത് വലിയൊരു ഹാള്, അതുപോലെ ബാൽക്കണി, ഓപ്പൺ ഏരിയ, 2 ബെഡ്റൂം, താഴെ 2 ബെഡ്റൂമും മുകൾ ഭാഗത്ത് 2 ബെഡ്റൂം, ഈ 4 ബെഡ്റൂമും അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു വീടാണ്. ഈ വീടിൻ്റെ താഴെയുള്ള ഒരു ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത് ഏകദേശം നല്ല വലിപ്പത്തിലുള്ള, നിങ്ങൾ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ബെഡ്റൂമുകളുടെ എല്ലാ ഭാഗത്തു നിന്നും എല്ലാ ആംഗിളുകളിൽ നിന്നും നമ്മൾ പകർത്തിയിട്ടുണ്ട്. കാരണം ആ ബെഡ്റൂമിൻ്റെ വലിപ്പം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നതിന് വേണ്ടി. അതുപോലെ തന്നെ ക്ലോസറ്റ്, അതുപോലെ വാഷ് ബേസിനൊക്കെയും സെറ കമ്പനിയുടെ ഇതാണ്. നല്ല വയറിങ്ങും സ്വിച്ച് ബോർഡും കാര്യങ്ങളും ഉൾപ്പെടെ എല്ലാ ബ്രാൻഡഡ് ഐറ്റംസ് ഉപയോഗിച്ചിട്ടാണ് വർക്ക് നടത്തിയിട്ടുള്ളത്. ഈ വീടിൻ്റെ ബെഡ്റൂം, താഴെയുള്ള ബെഡ്റൂം, ഒരു ബെഡ്റൂം 17-12ഉം അതുപോലെ തന്നെ ഒരു ബെഡ്റൂം 14-12ഉമാണ്. മുകൾ ഭാഗത്താണെങ്കിൽ ഇതുപോലെ തന്നെ മുകൾ ഭാഗത്ത് ഒരു ബെഡ്റൂം 17-12ഉം മറ്റൊരു ബെഡ്റൂം 14-12ഉമാണ്. അതുപോലെ തന്നെ താഴെയുള്ള ലിവിങ് ഹാൾ വരുന്നത് ഏകദേശം 17x12 ആണ്. അതുപോലെ മുകൾ ഭാഗത്തുള്ള ഹാൾ വരുന്നത് ഏകദേശം 16x14 ആണ്. ഡൈനിങ് ഹാൾ വരുന്നത് ഏകദേശം 14x12 ആണ്. ഇത്തരത്തിലാണ് ഈ സ്ക്വയർ ഫീറ്റ് കാര്യങ്ങൾ നല്ല സൗകര്യത്തോട് കൂടിയിട്ടുള്ള ഈ വീട് വിൽപ്പനയ്ക്കായിട്ടുള്ളത്. ഈ വീട് 5300 ആണ്. 5300ഉം 2250 സ്ക്വയർ ഫീറ്റാണ് നമ്മൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഓണർ ഉദ്ദേശിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് 1,15,00,000 രൂപയാണ്. 10 സെൻറ്റും 2250 സ്ക്വയർ ഫീറ്റിൽ വരുന്ന ഈ വീട് ആണ് നമ്മൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഓണർ ഉദ്ദേശിക്കുന്ന റേറ്റ് 1.5 കോടി രൂപയാണ്. ചെറിയ രീതിയിൽ മാത്രം നെഗോഷ്യബിളാണ്. ഈ വീടിന് എലിജിബിളായിട്ടുള്ള ആളുകൾക്ക് ഏത് ബാങ്കിൽ നിന്നും നമുക്ക് ലോൺ ഫെസിലിറ്റി അവൈലബിൾ ആയിട്ടുള്ള ഒരു വീടാണ്. നല്ല ഏരിയ ആണ്, നല്ല വീടാണ്. ആവശ്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക. അടുത്ത ഒരു പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.